ശബരിമല കത്തി നിന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നത്. അതുകൊണ്ട് അത് മറക്കാനൊരു ശ്രമം നടത്തി നോക്കി അവർ, പക്ഷെ നടന്നില്ല. അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. രാഹുലിന്റെ പ്രശ്നവും ഈ പ്രശ്നവും തമ്മിൽ എന്ത് ബന്ധം? അത് വേറെ ഇത് വേറെ. രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ നമ്മൾ പാർട്ടി തള്ളി പറഞ്ഞില്ലേ, നടപടി എടുത്തില്ലേ? അതിന്റെ പുറത്ത് എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിക്കകത്ത് കണ്ട തോന്നിയവാസം കാണിച്ചാൽ പാർട്ടി കച്ചടക്ക നടപടി എടുക്കുക എന്നല്ലാതെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലല്ലോ. നടപടി എടുത്തു പാർട്ടി, ആ നടപടി ഇപ്പോഴും നിലനിൽക്കുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഒരാളും ചോദിക്കാൻ ഇന്ന് ഉണ്ടായിട്ടില്ല രാഹുലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. KPCCയുടെ എല്ലാ തീരുമാനങ്ങളും വളരെ വളരെ മീനിങ് ഫുൾ തീരുമാനങ്ങളായിരുന്നു. വളരെ വളരെ വെൽ തിങ്കിങ് റിസൾട്ടാണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ട് ഊർജം കൂടി എന്നല്ല, ഞങ്ങൾ വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വന്നിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഇല്ലെങ്കിൽ K. സുധാകരൻ നമുക്ക് മുഖാമുഖം കണ്ട് സംസാരിക്കാം. വന്നിരിക്കും. UDFന്റെ വലിയ മുന്നേറ്റം പറയുമ്പോഴും തിരുവനന്തപുരത്ത് BJP നഗരസഭ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJPക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ BJP കുറെ കാലമായി അവിടെ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ്. അതിനകത്ത് CPMന്റെ പിന്തുണയുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന വാർത്ത. ഞാൻ 2-3 അവിടുത്തെ നമ്മളെ പ്രവർത്തക നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ CPMന്റെ പലരും BJPയോടൊപ്പം നിൽക്കുന്നു, BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് രാഷ്ട്രീയം എന്നതാണ് സത്യം. അത് അവിടെ BJPക്കാർ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. CPMക്കാർ അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ് അവിടെ തിരുവനന്തപുരം ജില്ലയിൽ. ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ എല്ലാ ഡിവിഷനിലും നേരിട്ട് പോയി അവിടെ പ്രവർത്തകന്മാരെ വിളിച്ചു ചേർത്ത് അവരുടെ വിചാരങ്ങൾക്ക് അനുസൃതമായ തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വർക്കുമായിട്ട് പോയത്. കൃത്യമായ സ്ഥാനാർത്ഥിത്വം, നമ്മൾ ഒരാൾക്കും വിമർശിക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം. കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതലക്കാർ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തരാണ് നമ്മളെന്ന് പറയാണ് ഞാനും മാർട്ടിൻ എല്ലാ രാവ് പകലും മാർട്ടിൻ ഇതിനു വേണ്ടി DC പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹം ചെയ്ത ത്യാഗം വളരെ വലിയ ത്യാഗമാണ്. അതെല്ലാ പ്രവർത്തകന്മാർക്കും അറിയാം. ഞാനും അത് നെഞ്ചിലേറ്റുന്നു. ആ എല്ലാ പ്രവർത്തനത്തിനും കിട്ടിയ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കണ്ണൂരിൽ ഞാൻ നോക്കിക്കാണുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, BJP ജയിച്ചിട്ടുണ്ട്. BJP മറ്റു പല സ്ഥലങ്ങളിലും അവർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതിൽ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, എല്ലാവർക്കും അതറിയാം. അപ്പം നമ്മൾ മുടപ്പലങ്ങാടെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിനെ നേരിട്ടറിയാം അഡ്ജസ്റ്റ്മെന്റ്. CPI SDPI രണ്ടും തമ്മിൽ വലിയ ഐക്യത്തിലാണ്. അതുപോലെ BJPയുമായും ഇവർക്ക് ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഓരോരോ കൂട്ടു കച്ചവടമാണ് ഈ രാഷ്ട്രീയം. അത് നമ്മൾ നാളെ നേതൃയോഗം ചേർന്ന് അല്ല അതൊക്കെ ഉണ്ട്. ഡെപ്യൂട്ടി മേയറുണ്ട്, എല്ലാവരും ഉണ്ട്. അത് നമ്മൾ നാളെ കമ്മിറ്റി തിരുന്ന് തീരുമാനിക്കുന്നു ആര് എന്തെന്നുള്ളത്.